എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ 6th സെമസ്റ്റർ ബികോം BBA ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ബികോം CAയുടെ പേപ്പറായ ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓഫീസ് ഓട്ടോമേഷൻ ടൂൾസിൽ 5 മൊഡ്യൂളിൻ്റെ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമ്മൾ 4ാമത്തെ മൊഡ്യൂളായ ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഇൻ്റർനെറ്റ് ആണ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നും പഠിക്കേണ്ട കാര്യങ്ങൾ വളരെ ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 10 മുതൽ 20 വരെയുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ആദ്യം തന്നെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്. ആ ഒരു പോയിന്റ് എല്ലാവരും ഓർത്തു വെക്കുക, അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. ഇറ്റ് ഈസ് ദി നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് പ്രൊവൈഡ്സ് വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. ഇപ്പം ഇൻ്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അവിടെ ഒരുപാട് ഇൻഫർമേഷനും അതുപോലെ തന്നെ ആശയവിനിമയത്തിനുള്ള ഫെസിലിറ്റീസും എല്ലാം ഉൾപ്പെട്ടതാണ് ഇൻ്റർനെറ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്ക് ആൻഡ് സ്റ്റാൻഡർഡൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നവർ ആ പോയിന്റ് കൂടെ ഒന്ന് നോക്കുക. അല്ലാത്തവർ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജുറാസിൻ്റെ വീഡിയോസ് പലപ്പോഴും കാണാറ് ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും. അവസാന നിമിഷം ഒന്ന് പഠിച്ച് തട്ടിക്കൂട്ടി പാസ്സാവാൻ ട്രൈ ചെയ്യുന്നവരായിരിക്കും. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആണെന്നും അതുപോലെ തന്നെ നമ്മുടെ കോമൺ പോയിന്റ്സ് വീഡിയോസും ഷോർട്ട് നോട്ട്സും എല്ലാം നല്ല രീതിയിൽ യൂസ്ഫുൾ ആവാറുണ്ടെന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ 5th സെമസ്റ്റർ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബികോം CAക്കാർക്ക് കോമൺ പോയിന്റ്സിൻ്റെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അതുപോലെ തന്നെ ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം BIS എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്നും നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും നിങ്ങൾക്ക് ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ ക്ലാസ്സാണ് 6th സെമസ്റ്ററിന് ആവശ്യമുള്ളതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് നമ്മുടെ ഒരു എനർജി. അതിനനുസരിച്ചായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ആദ്യം ഇൻ്റർനെറ്റ്. പലപ്പോഴും 2 മാർക്കിന് ഇൻ്റർനെറ്റിൻ്റെ മീനിങ് ചോദിക്കാറുണ്ട്. 3 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. അത് നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്കാണ്. അതേപോലെ തന്നെ അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അതിലൊരുപാട് ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും ഇൻക്ലൂഡഡ് ആണ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൻ്റെ ഒരു മീനിങ് എഴുതാം. ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ ഇൻ്റർനെറ്റിൻ്റെ മീനിങ് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററിയും ബെനഫിറ്റ്സും അഡ്വാൻറ്റേജും ആപ്ലിക്കേഷനും എല്ലാം തന്നെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ എസ് ആയിട്ടോ ഷോർട്ട് എസ് ആയിട്ടോ എഴുതുമ്പോൾ ആദ്യം തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഒരു മീനിങ് കൊടുക്കാം, അല്ലെ? ഒരു ഇൻട്രൊഡക്ഷനായിട്ട് ഇൻ്റർനെറ്റിൻ്റെ ഒരു മീനിങ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മാർക്കിലേക്ക് എത്താം. അതുകൊണ്ട് എല്ലാവരും ഇൻ്റർനെറ്റിൻ്റെ മീനിങ് പഠിച്ചു വെക്കുക. ഇൻ്റർനെറ്റ് ഒരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദി നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. 3 കാര്യങ്ങൾ. ഒന്ന് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഓഫ് ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും. ഇതുണ്ടെങ്കിൽ 2 മാർക്ക് ഉറപ്പായി. അടുത്തതാണ് ബെനഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ്. 5 മാർക്കിനാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ്റർനെറ്റിൻ്റെ ബെനഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, ഇ-കൊമേഴ്സ്, ഓൺലൈൻ സർവീസ്, ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ സ്ട്രീമിംഗ്, വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ, സോഷ്യൽ നെറ്റ്വർക്കിംഗ്, വീഡിയോ കോൾ, വെബ് കോൺഫറൻസിംഗ്, എൻ്റർടൈൻമെൻറ്റ്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഓൺലൈൻ മാർക്കറ്റിംഗ്, ഗ്ലോബൽ ട്രേഡ്. ഇതെല്ലാം തന്നെ ഇൻ്റർനെറ്റിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു 6 പോയിൻ്റെങ്കിലും ഓർത്ത് വെക്കുക. ഒന്ന്, ഓൺലൈൻ എഡ്യൂക്കേഷൻ, ഇൻ്റർനെറ്റ് ആവശ്യമാണ്. ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർനെറ്റ് ആവശ്യമാണ്. ദെൻ ഓൺലൈൻ സർവീസ്, അതുപോലെ ഓൺലൈൻ ബാങ്കിങ്, ഓൺലൈൻ സ്ട്രീമിംഗ് ഉണ്ട്, ഓൺലൈൻ മാർക്കറ്റിംഗ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, വീഡിയോ കോൾ ഉണ്ട്, ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടെല്ലാം തന്നെ നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഡിസ്അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് ഇൻ്റർനെറ്റ്. ഒന്ന്, ഇൻ്റർനെറ്റ് അഡിക്ഷൻ ആണ്. അതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക. അതായത് നമ്മൾ ഇൻ്റർനെറ്റിന് അടിമപ്പെട്ടു പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം പറയുകയാണ്, പോയിൻ്റാണ് ഇവിടെ കൊടുത്തത്. എക്സാമിന് നിങ്ങൾ പോയിൻ്റ് മാത്രം എഴുതിയാൽ 2-2.5 മാർക്കേ കിട്ടുള്ളൂ. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. എങ്കിൽ മാത്രമേ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ 5 മാർക്ക് കിട്ടും. അപ്പോൾ എക്സ്പ്ലനേഷൻ വലിയ കാര്യമായിട്ടൊന്നും എഴുതണ്ട, പക്ഷേ ആ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ. ഇൻ്റർനെറ്റ് അഡിക്ഷൻ, ആക്സസ് ടു റോങ് ഇൻഫർമേഷൻ, തെറ്റായ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. തെഫ്റ്റ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ, പലപ്പോഴും സെക്യൂരിറ്റി ഇഷ്യൂ കാരണം നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ
തെഫ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. സ്പാം, വൈറസ്, വേസ്റ്റേജ് ഓഫ് ടൈം, നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും അല്ലേ. നമ്മളിപ്പോൾ തന്നെ പരീക്ഷയുടെ തലേന്ന് വരെ ചിലപ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദെൻ ഒബിസിറ്റി, പൊണ്ണത്തടി വരും. എപ്പോഴും നമ്മളിങ്ങനെ കിടന്നു നിന്നും ഒക്കെ തന്നെ ഈ ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊണ്ണത്തടി വരാനുള്ള സാധ്യതയുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് പലതരത്തിലുള്ള, കണ്ണിന് പ്രോബ്ലം ഉണ്ടാവും, അതുപോലെ തന്നെ ബാക്ക് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാനസിക സമ്മർദ്ദമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോഷ്യൽ ഐസൊലേഷൻ, നമ്മൾ ഒറ്റപ്പെട്ടു പോകും, സാമൂഹികപരമായിട്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. സൈബർ ബുള്ളിയിങ്, ഇതിനെക്കുറിച്ചൊന്നും അല്ലേ ഈ വീഡിയോ കാണുന്നവരെന്തായാലും 20 വയസ്സിന് മുകളിലുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുള്ളവരായിരിക്കും. അപ്പം ഞാൻ ഇൻ്റർനെറ്റിൻ്റെ ഡിസഡ്വാൻറ്റേജും സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഇൻ്റർനെറ്റ് അഡിക്ഷൻ, അതുപോലെ തന്നെ റോങ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാം, സ്പാമുകൾ ഉണ്ടായിരിക്കും, ടൈം വേസ്റ്റ് ആവും. ഒബിസിറ്റി ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ഹെൽത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഐ സ്ട്രെയിൻ, കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാവും, ബാക്ക് പെയിൻ ഉണ്ടാകും അല്ലേ. അതുപോലെ മെൻ്റൽ പ്രഷർ ഉണ്ടാകും, സോഷ്യൽ ഐസൊലേഷൻ, സൈബർ ബുള്ളിങ്, സൈബർ ഹരാസ്മെൻറ്റ്, ഓൺലൈൻ സെക്ച്വൽ ഹരാസ്മെൻറ്റ്, ഇതൊക്കെ തന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ മുൻ വർഷങ്ങളിൽ എസ്സേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ്. ടെക്സ്റ്റ് വായിച്ചാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. അപ്പം നമ്മളിവിടെ പോയിന്റ് വൈസ് ആയിട്ട് അതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് എന്നുള്ളത് ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിച്ചോളൂ നിങ്ങൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മുൻ വർഷങ്ങളിൽ എസ്സേ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇൻ്റർനെറ്റ് എസ്സേ ചോദിക്കുകയാണെങ്കിൽ ആദ്യം ഇൻ്റർനെറ്റ് എന്താണെന്ന് എഴുതുക. അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മൾ ആദ്യം പറഞ്ഞത് ഇൻ്റർനെറ്റ് എന്താണെന്നാണ്. അതൊരു ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ്, നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്കാണ്, വെറൈറ്റി ഓഫ് ഇൻഫർമേഷനും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇൻ്റർനെറ്റിൻ്റെ ചരിത്രം പറയുമ്പോൾ 1969 അർപ്പാനെറ്റ്, ARPANET, അർപ്പാനെറ്റ് എന്ന് പറയുന്നതായിരുന്നു US ഡിഫൻസ് ഡെവലപ്പ് ചെയ്ത ആദ്യത്തെ നെറ്റ്വർക്ക്. ദെൻ 1971 മറ്റൊരു ചരിത്ര സംഭവം നടന്നത്. ഫസ്റ്റ് ഇമെയിൽ സെൻഡ് ബൈ റോയ് ടോമിൽസൺ, ആദ്യത്തെ ഇമെയിൽ റോയ് ടോമിൽസൺ സെൻഡ് ചെയ്തു. ദെൻ 1973 ഫസ്റ്റ് ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് കണക്ഷൻ, US-ഉം അതുപോലെ തന്നെ UK-യും തമ്മിലൊരു ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് കണക്ഷൻ കൊണ്ടുവന്നു. ദെൻ 1983 ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തു. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അല്ലെ, റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇൻ്റർനെറ്റിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ. അപ്പോൾ 1983 ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്തു. 1989 വേൾഡ് വൈഡ് വെബ് WWW ഇൻവെൻറ്റ് ചെയ്തു. ദെൻ 1991 ഇൻ്റർനെറ്റ് ഓപ്പൺ ടു കൊമേഴ്ഷ്യൽ പർപ്പസ്, കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുന്നത് 1991 ദെൻ 1993 ഫസ്റ്റ് വെബ് ബ്രൗസർ അല്ലെങ്കിൽ മൊസാക് വാസ് റിലീസ്ഡ്, ആദ്യത്തെ വെബ് ബ്രൗസർ റിലീസ് ചെയ്തു. ദെൻ 1994 നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ റിലീസ് ചെയ്തു. ദെൻ 1998 ഗൂഗിൾ വന്നത്. ദെൻ 2000 ഞാൻ ജനിച്ച വർഷമാണ്, 2000 ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ബിക്കം വൈഡ്ലി അവൈലബിൾ, അതായത് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. ദെൻ 2004 ഫേസ്ബുക്ക് വന്നു. ദെൻ 2007 ഐഫോൺ, അതായത് ഈ മൊബൈൽ ഇൻ്റർനെറ്റ് ഒക്കെ പോപ്പുലറായ സമയത്ത് 2007 ഐഫോൺ റിലീസ് ചെയ്തു. ദെൻ 2010 സോഷ്യൽ മീഡിയ ബിക്കം മെയിൻ സ്ട്രീം, അതായത് സോഷ്യൽ മീഡിയകൾ പോപ്പുലർ ആവാൻ തുടങ്ങി, അത് മുൻനിരകളിലേക്ക് വരാൻ തുടങ്ങി അല്ലേ. 2010 മുതലാണ് വാട്സപ്പ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അതേപോലെ ഉള്ള സോഷ്യൽ മീഡിയകൾ, ട്വിറ്റർ പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരാൻ തുടങ്ങിയത്. ദെൻ 2011 ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോപ്പുലറായി. ദെൻ 2023 AI ഉപയോഗിച്ചിട്ടുള്ള ഒരു AI റവല്യൂഷൻ വരാൻ തുടങ്ങി. ദെൻ 2024 ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇൻ്റർനെറ്റിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഡേറ്റ് വെച്ച് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് വലിയ കാര്യമില്ല, ഇത് നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, പഠിക്കുന്നവരാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. ഓക്കെ, മാക്സിമം പഠിച്ചു വെക്കാൻ ട്രൈ ചെയ്യുക. ഡേറ്റ് ഒക്കെ മാറിപ്പോവും, എന്നാലും ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്തതാണ് ഇൻ്റർനെറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നാണ്. ഇറ്റ് സിംപ്ലി മീൻസ് മാനേജ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ദി ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, പോളിസീസ് ആൻഡ് ഓപ്പറേഷൻ.
ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും അത് റെഗുലേറ്റ് ചെയ്യുന്നതും, അതായത് ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികളും ഇൻ്റർനെറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇൻ്റർനെറ്റിൻ്റെ പോളിസികളും ഇൻ്റർനെറ്റിൻ്റെ ഓപ്പറേഷനും എല്ലാം തന്നെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതും എന്ന് പറയുന്ന ഒരു ടേമാണ് ഇൻ്റർനെറ്റ് അഡ്മിനിസ്ട്രേഷൻ. അതിന് ചില ടെക്നിക്കൽ ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ഇൻ്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ് ആണ്, മറ്റൊന്ന് ഇൻ്റർനെറ്റ് റിസർച്ച് ടാസ്ക് ഫോഴ്സ് ആണ്, മറ്റൊന്ന് ഇൻ്റർനെറ്റ് ആർക്കിടെക്ചർ ബോർഡാണ്, മറ്റൊന്ന് ഇൻ്റർനെറ്റ് സൊസൈറ്റിയാണ്. വേണമെങ്കിൽ ആ ടെക്നിക്കൽ ഗ്രൂപ്പ് ഒന്നും പഠിക്കണ്ട, ഇൻ്റർനെറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടൊന്നുമില്ല, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും അല്ല. ഇൻ കേസ് വാട്ട് ഈസ് ഇൻ്റർനെറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഒന്ന്, മാനേജ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ഓഫ് ഇൻ്റർനെറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇൻ്റർനെറ്റിനെ മാനേജ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ടീം അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഗ്രൂപ്പ്. ദെൻ നെറ്റ്വർക്ക് എന്താണ്? നെറ്റ്വർക്ക് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഇന്റർകണക്റ്റഡ് ഡിവൈസസ് ദാറ്റ് ഷെയർ ഇൻഫർമേഷൻ ആൻഡ് റിസോഴ്സസ്. നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇന്റർകണക്റ്റഡ് ഡിവൈസസ് ആണ്. അതൊരു ഇൻഫർമേഷനും റിസോഴ്സസുമാണ് അതിലുണ്ടായിരിക്കുക. നെറ്റ്വർക്കിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ വേണം, ടെർമിനൽസ് വേണം, ടെലികമ്മ്യൂണിക്കേഷൻ പ്രോസസ്സർ വേണം, അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ചാനൽസ് ആൻഡ് മീഡിയ വേണം, നെറ്റ്വർക്ക് നാവിഗേഷൻ ഡിവൈസസ് വേണം. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും കോമ്പണൻസ് ഓഫ് നെറ്റ്വർക്ക് സിസ്റ്റം. ദെൻ ഒരു വർഷം എസ്സേ ചോദിച്ചിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഫെസിലിറ്റീസ് അവൈലബിൾ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണുള്ളത്? ഇപ്പോൾ എസ്സേ ചോദിച്ചാൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എഴുതുക. ഇമെയിൽ, FTP, യൂസ്നെറ്റ്, ടെൽനെറ്റ്, ഇൻ്റർനെറ്റ് റിലേ ചാറ്റ്, വേൾഡ് വൈഡ് വെബ്. ഇതൊക്കെയാണ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്. അടുത്തതും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. ഒരുപാട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 4-5 വർഷമായിട്ട് തുടർച്ചയായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്താണെന്ന്. ഇറ്റ് ഈസ് എ മോഡൽ ഇൻ വിച്ച് കോമ്പണൻസ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആർ ഷെയർഡ് അമംഗ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് പെർഫോമൻസ്. അപ്പോൾ അതൊരു മോഡലാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ഒരു മോഡലാണ്. കോമ്പണൻസ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം ആർ ഷെയർഡ് അമംഗ് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടർ. അതായത് സോഫ്റ്റ്വെയർ സിസ്റ്റം ഒരുപാട് കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു നെറ്റ്വർക്കിൻ്റെ എഫിഷ്യൻസിയും പെർഫോമൻസും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കോമ്പോണൻസ് ആണ് നോഡ്സ്, നെറ്റ്വർക്ക്, ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മിഡിൽ വെയർ, ആപ്ലിക്കേഷൻസ്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ, സിങ്ക്രണൈസേഷൻ മെക്കാനിസം, സെക്യൂരിറ്റി. ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്? സ്കേലബിലിറ്റി, റിഡൻഡൻസി, ഫ്ലെക്സിബിലിറ്റി, റിലയബിലിറ്റി, ഫോൾട്ട് ടോളറൻസ്, ഡാറ്റ ഷെയറിംഗ്, കൊളാബറേഷൻ. ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ്. ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഓട്ടോമേറ്റഡ് ബാങ്കിങ് സിസ്റ്റം, ടെലിഫോൺ, വേൾഡ് വൈഡ് വെബ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ദെൻ ക്ലയൻറ്റ് സെർവർ കമ്പ്യൂട്ടിംഗ് ഒന്ന് നോക്കി വെക്കുക. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളും കൂടെ നോക്കുക. ഓക്കെ. ദെൻ അർപ്പാനെറ്റ് ചിലപ്പോൾ എന്താണെന്ന് ചോദിക്കും. അതിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്കാണ്. അപ്പോൾ അർപ്പാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമായി നിങ്ങൾ ഓർക്കേണ്ടതുള്ളൂ, ഫസ്റ്റ് വേർഷൻ ഓഫ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ വേർഷനാണ് അർപ്പാനെറ്റ് എന്നറിയപ്പെടുന്നത്. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. 1960 അത് ക്രിയേറ്റ് ചെയ്തത്. ദെൻ ഇമെയിൽ എന്താണ്? ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ എന്ന് എഴുതിയാൽ 1 മാർക്ക് കിട്ടും. ഇറ്റ് ഈസ് മെസ്സേജ് സെൻഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ സിസ്റ്റം ടു അനദർ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ ഇലക്ട്രോണിക്കലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റത്തെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ദെൻ വെബ് സെർവർ. Web server is a central location that manage website request and display website on the internet. ഇൻ്റർനെറ്റിൽ വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്യുകയും വെബ്സൈറ്റ് റിക്വസ്റ്റ് മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു സെൻട്രൽ ലൊക്കേഷനെയാണ് നമ്മൾ വെബ് സെർവർ എന്ന് പറയുന്നത്. ദെൻ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് വെബ് പേജ്. അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. വെബ് പേജുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ WWW വേൾഡ് വൈഡ് വെബ്. അപ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർലിങ്ക്ഡ് വെബ്സൈറ്റ് ആൻഡ് വെബ് പേജസ്. വെബ്സൈറ്റുകളുടെയും വെബ് പേജുകളുടെയും ഒരു ഇൻ്റർലിങ്ക്ഡ് സിസ്റ്റമാണ് WWW. അടുത്തത് IRC എന്താണ്? ഇൻ്റർനെറ്റ് റിലേ ചാറ്റ്. ഇറ്റ് ഈസ് എ റിയൽ ടൈം ടെക്സ്റ്റ് മെസ്സേജിംഗ് സിസ്റ്റം ദാറ്റ് അലോസ് യൂസർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ വയ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലൂടെ ചാറ്റ് ചെയ്യുന്നതിനെയാണ്
ഇന്റർനെറ്റ് റിലേ ചാറ്റ് എന്ന് പറയുന്നത്. അതായത് ടെക്സ്റ്റ് മെസ്സേജുകൾ നമ്മളിപ്പോൾ വാട്സപ്പിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചുകൊണ്ട് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ചാറ്റ് ചെയ്യുന്നതിനെയാണ് ഇന്റർനെറ്റ് റിലേ ചാറ്റ് അഥവാ IRC എന്ന് പറയുന്നത്. അടുത്തതാണ് ഇന്റർനെറ്റ് ആക്സസ്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കണക്ട് ആൻഡ് യൂസ് ഇന്റർനെറ്റ്. ഇന്റർനെറ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ട് ചെയ്യാനും അത് യൂസ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ഇന്റർനെറ്റ് ഉപയോഗിക്കാനും കണക്ട് ചെയ്യാനുള്ള കഴിവ്, അതായത് നമുക്ക് കമ്പ്യൂട്ടർ ബ്രൗസ് ചെയ്യാനും മെയിൽ സെൻഡ് ചെയ്യാനും ഫയൽ ഷെയർ ചെയ്യാനും ഓൺലൈനായിട്ട് ആശയവിനിമയം നടത്താനും ഒക്കെയുള്ള ആ ഒരു കഴിവിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്ത് അത് യൂസ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയാണ് ഇന്റർനെറ്റ് ആക്സസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡയലപ്പ് കണക്ഷൻ. ഇറ്റ് ഈസ് എ വേ ടു ആക്സസ് ദ ഇന്റർനെറ്റ് യൂസിങ് എ ഫോൺ ലൈൻ ഓൺ മോഡം. അതൊന്നും പിന്നെ നിങ്ങൾ പഠിക്കേണ്ട. ISDN ഒന്ന് ജസ്റ്റ് ഫുൾ ഫോം പഠിച്ചാൽ മതി, ഇൻ്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ദെൻ ബ്രോഡ്ബാൻഡ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കണക്ഷൻ ആണ് ബ്രോഡ്ബാൻഡ്. ദെൻ വൈഫൈ എന്താണെന്നും കൂടെ നോക്കുക. വൈഫൈ ഈസ് എ ടൈപ്പ് ഓഫ് വയർലെസ് ഇന്റർനെറ്റ് കണക്ഷൻ ദാറ്റ് അലോസ് ഡിവൈസസ് ടു കണക്ട് ദ ഇന്റർനെറ്റ് വിത്തൗട്ട് യൂസിങ് കേബിൾ. കേബിൾ ഇല്ലാതെ നമ്മൾ വയർലെസ് ആയിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ, അതിനെയാണ് വൈഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇന്റർനെറ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, മീനിങ്, ദെൻ ഹിസ്റ്ററി ഓഫ് ഇന്റർനെറ്റ്, പിന്നെ പഠിക്കേണ്ടത് ഫെസിലിറ്റീസ് അവൈലബിൾ ഓൺ ദി ഇന്റർനെറ്റും അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങും. അത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.